അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, അതുപോലെ വ്യാഴവും തിങ്കളും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അപ്പൊ ആ നോമ്പ് പിടിക്കുന്നതിലൂടെ പരലോകത്തിന്റെ ഭയാനകമായ അദാബുകളിൽ നിന്ന്, അവിടുത്തെ ചൂടുകളിൽ നിന്ന്, അവിടുത്തെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ദിവസങ്ങൾ, സമയങ്ങൾ നമുക്ക് വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പറയും നമുക്കിപ്പോൾ പ്രയാസമുണ്ട്, ഇതൊന്നുമല്ല പ്രയാസവും ദുരിതവും. നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിന്റെ ദിനങ്ങൾ, ഭയപ്പെടുത്തുന്ന ദിനങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. ആ പ്രയാസത്തിന്റെ സമയത്ത് നീ രക്ഷപ്പെടണമെങ്കിൽ നീ പ്രയാസത്തിന്റെ സമയത്ത് ദാനധർമ്മം ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മളൊക്കെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തവരാ. പക്ഷെ റമളാൻ കഴിഞ്ഞ് ആരെങ്കിലും വീട്ടിൽ വന്നാൽ പറയും അതൊക്കെ റമളാനി കഴിഞ്ഞു, തീർന്നു, ഇത്രേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ പറയുന്നവരാകരുത്. നമ്മുടെ ജീവിതത്തിൽ സദക്ക കൊടുക്കുക, ധർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. എങ്കിലേ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. സംബശ്രീ തങ്ങൾ പറയുന്നു, 4 കാര്യങ്ങളുള്ള ഒരാളെ അള്ളാഹു ശൈത്താനിൽ നിന്ന് സംരക്ഷിക്കുകയും നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറയും. ഈ പറയുന്ന 4 നന്മകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശൈത്താനിന്റെ ഉപദ്രവം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മരണസമയത്തൊക്കെ അവൻ നമ്മളെ പിഴപ്പിക്കാൻ വരുമെന്ന, ആ മരണത്തിന്റെ വേളയിൽ പോലും നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കാൻ പല കോലങ്ങളിൽ അവൻ നമ്മളിലേക്ക് കടന്നു വരുമെന്ന. അപ്പൊ ആ ശൈത്താനിൽ നിന്ന് സംരക്ഷണം അള്ളാഹു നൽകും. അതുമാത്രമല്ല, നരകത്തിൽ നിന്നുള്ള രക്ഷ, അതാണ് നമുക്ക് വേണ്ടത്. ഏത് വഴിയിലൂടാണോ രക്ഷപ്പെടാൻ കഴിയുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ, ഈ പറയുന്ന 4 കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ശൈത്താനിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം തരും, നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ, ആഗ്രഹമുണ്ടാകുമ്പോഴും ഭയമുണ്ടാകുമ്പോഴും വികാരമുണ്ടാകുമ്പോഴും കോപമുണ്ടാകുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ശരീരത്തിനെ നിയന്ത്രിക്കാൻ കഴിയണം. 4 കാര്യങ്ങളാണ് പറഞ്ഞേ. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, 1 ആഗ്രഹമുണ്ടാവുക. ആഗ്രഹം, മനുഷ്യന് ആഗ്രഹമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ച് ആഗ്രഹം കൂടുമെന്ന ഹസൻ ബസ്രി തങ്ങൾ പറയുന്ന, ആഗ്രഹമുണ്ടാകുന്ന സമയം, അതുപോലെ തന്നെ ഭയമുണ്ടാകുന്ന സമയം, പേടിയുണ്ടാകുന്ന സമയം, അതുപോലെ വികാരമുണ്ടാകുന്ന സമയം, കോപമുണ്ടാകുന്ന സമയം, ഈ 4 സമയങ്ങളിൽ ഒരു മനുഷ്യന് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവൻ ശൈത്താനിൽ നിന്നും നരകത്തിൽ നിന്നും അവൻ രക്ഷപ്പെടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.